തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെയും തളിക്കുളം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ആയുഷ്മാൻ ആരോഗ്യമന്ത്രിന്റെ നേതൃത്വത്തിൽ 10ാം ആയുർവേദ ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെയും തളിക്കുളം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ആയുഷ്മാൻ ആരോഗ്യമന്ത്രിന്റെയും നേതൃത്വത്തിലാണ് ആയുർവേദ ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA സജിത ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 5ാം വാർഡ് മെമ്പർ വിനയ പ്രസാദ് ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് SNVUP സ്കൂളിൽ നടത്തിയ പ്രശ്നോത്തരി മത്സരത്തിൽ 1, 2, 3 സ്ഥാനം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാനദാനം നൽകി. 50ഓളം ആയുർവേദ ചെടികളുടെ പ്രദർശനവും നടത്തി. ഫുഡ് എക്സ്പോയോട് അനുബന്ധിച്ച് കാരറ്റ് ഹൽവ, റാഗി, ഇഡ്ലി, പൈനാപ്പിൾ പുട്ട്, കുമ്പളപ്പം തുടങ്ങി 20ഓളം ആരോഗ്യപൂർണമായ വിഭവങ്ങളുടെ പ്രദർശനവും ഔഷധ യോഗ പരിചയവും നടത്തി. ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുമയ്യ ആയുർവേദത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത ടീച്ചർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൾ നാസർ, ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കിരൺ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ആയുർവേദ ഡിസ്പെൻസറിയിലെ ജീവനക്കാരായ ഫാർമസിസ്റ്റ് മരിയ, അറ്റൻഡർ മല്ലിക, മൾട്ടിപർപ്പസ് വർക്കർ സുനേഷ, PTS ഡിക്സൺ, യോഗ വിദ്യാർത്ഥികൾ, പൊതുജനങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. ആയുർവേദ ഡിസ്പെൻസറിയിലെ യോഗ ഇൻസ്ട്രക്ടർ ലൈജു ചടങ്ങിൽ നന്ദി പറഞ്ഞു. നമുക്കറിയാം, ഈ WHO എന്ന് പറയുന്ന നമ്മുടെ ഈ മെഡിക്കൽ സംവിധാനം ആദ്യകാലങ്ങളിൽ ഒട്ടും അംഗീകരിക്കാത്തൊരു സംവിധാനമായിരുന്നു. കാരണം എന്താ, ഇംഗ്ലീഷ് മരുന്ന് മാത്രമാണ് നമ്മുടെ അസുഖങ്ങളെ ചെറുക്കാനും ഇല്ലാതാക്കാനും സാധിക്കുക എന്നുള്ളൊരു രീതിയിലാണ് ആയുർവേദത്തെയും ഹോമിയോ അടക്കം അല്ലേ ഒന്നും സപ്പോർട്ട് ചെയ്യാതെ പോയിരുന്നത്. പക്ഷെ നമ്മുടെ കേരളം ഇന്ന് എന്താ ചെയ്യുന്നത്, അത്തരത്തിൽ ആയുർവേദത്തെയും ഹോമിയോയും കേന്ദ്രമടക്കം അങ്ങനെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇന്ന് ആയുഷ് അല്ലെ ഇന്ന് WHO പോലും അംഗീകരിക്കുന്ന ഒരു വൈദ്യശാസ്ത്രമായി എന്ത് മാറിക്കഴിഞ്ഞു, ഈ പറയുന്ന ആയുർവേദം മാറിക്കഴിഞ്ഞു. നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ ആയുർവേദം ഈ ഇരിക്കുന്ന ഒരാൾ പോലും ആയുർവേദം ഹോസ്പിറ്റലിൽ വന്നില്ലെങ്കിൽ പോലും ഉപയോഗിക്കാത്തവരായിട്ടുണ്ടാവില്ല.